ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റിഡ്ജ് ബീമിനെ കുറിച്ചാണ് പറയുന്നത്. കേരള മോഡൽ ഹിപ്പ് റൂഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് റിഡ്ജ് ബീം അല്ലെങ്കിൽ മോന്താഴം എന്ന് പറയുന്നത്. 4 കോടി റൂഫായാലും ചുഴിക്കോടി വരുന്ന റൂഫായാലും റിഡ്ജ് ബീം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവിധ ഹിപ്പ് റൂഫുകളിൽ എങ്ങനെയാണ് റിഡ്ജ് ബീമിൻ്റെ നീളം കാണുന്നത്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യാവസാനം വരെ കാണുക. നിങ്ങൾ റൂഫിംഗ് വർക്കിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. ഈ ഒരു പ്ലാൻ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. ഇവിടെ ബീമിൻ്റെ നീളം 1180 സെൻറ്റിമീറ്ററും വീതി 632 സെൻറ്റിമീറ്ററുമാണ്. റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഈ ഹിപ്പ് റൂഫിലെ മോന്താഴത്തിൻ്റെ അതായത് റിഡ്ജ് ബീമിൻ്റെ നീളം കാണാൻ ഈ 1180 നിന്നും 632 കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 548 സെൻറ്റിമീറ്ററാണ് ഈ ഹിപ്പ് റൂഫിലെ മോന്താഴത്തിൻ്റെ അതായത് റിഡ്ജ് ബീമിൻ്റെ നീളം. ബീമിന് പുറത്തേക്കുള്ള തള്ളുൾപ്പെടെ അളവ് വരുന്നത് നീളം 1370ഉം വീതി 822 സെൻറ്റിമീറ്ററുമാണ്. ഈ 1370 നിന്നും 822 കുറച്ചാലും 548 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുക. ഇത് നമ്മുടെ ചാനൽ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു സുഹൃത്ത് അയച്ചു തന്ന പ്ലാനാണ്. ഒഴിവാക്കാൻ കഴിയാത്ത 3 കട്ടിങ് ഇതിൽ വരുന്നുണ്ട്, അതായത് 3 ചുഴികോടി. ഈ രീതിയിലാണ് ഇതിൻ്റെ റൂഫിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിഡ്ജ് ബീമാണ് ഈ റൂഫിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതും ഏറ്റവും നീളമുള്ളതും. ഇവിടെ ഈ 2 ബീമുകൾ തമ്മിലുള്ള അകലം നീളം 1110 സെൻറ്റിമീറ്ററാണ്. ഈ 2 ബീമുകൾ തമ്മിലുള്ള മെഷർമെൻറ്റ് 660 സെൻറ്റിമീറ്ററും. 1110 നിന്നും 660 പോയാൽ 350 സെൻറ്റിമീറ്ററാണ് ആ റിഡ്ജ് ബീമിൻ്റെ നീളം. ഈ ഭാഗത്ത് വരുന്ന റിഡ്ജ് ബീമിൻ്റെ അളവ് എത്ര വരുമെന്ന് ഇനി നോക്കാം. ഈ താഴത്തെ ബീമിൻ്റെ പുറത്തോട്ടുള്ള തള്ള് 270 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മുകളിലെ റിഡ്ജിൻ്റെ ബീമിൻ്റെ അളവും 270 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഈ ഒരു റിഡ്ജ് ബീമിൻ്റെ നീളം കാണുന്നതും നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ്. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള ചാട്ടം 115 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മുകളിലെ റിഡ്ജ് ബീമിൻ്റെ അളവും 115 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. റൂഫിങ്ങിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ രീതിയിൽ കറക്റ്റായ ഒരു ഡ്രോയിങ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വർക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. മെറ്റീരിയൽസ് അധികം വേസ്റ്റ് ആവില്ല. എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാനും കഴിയും. ഈ ഒരു പ്ലാൻ നമ്മുടെ തന്നെ വേറൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു സമചതുര റൂഫിംഗ് ആണ്, സമചതുര കൂടിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ മോന്താഴം വരുന്നില്ല എന്നുള്ളതാണ്. പുതുവർഷം പിറന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സാധാരണ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട് ഒട്ടനവധി സുഹൃത്തുക്കൾ അവരവർക്ക് റൂഫ് ചെയ്യേണ്ട പ്ലാനുകൾ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിന് വ്യക്തമായൊരു എസ്റ്റിമേറ്റ്, വർക്ക് ഡ്രോയിങ്, വർക്ക് ഗൈഡൻസ് ഇവയൊക്കെ ജോലി കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാരണം കൊണ്ട് എനിക്ക് നേരെ ചൊവ്വിന് യൂട്യൂബിലേക്കുള്ള വീഡിയോ റെഡിയാക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനി തുടർന്ന് അങ്ങോട്ട് വീഡിയോയ്ക്ക് മുടക്കമുണ്ടാവില്ല. നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.